ഒരർത്ഥത്തിൽ പറയുവാണെങ്കിൽ സ്മൂത്തീസിന്റെയും ഡെസേർട്സിന്റെയും അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ ഇത്. എന്നാൽ ആരൊക്കെ വന്നാലും പോയാലും ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ ഒരു വീക്ക് പോയിന്റ് ആണ് നമ്മുടെ പലഹാരങ്ങൾ. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. ലോകത്തിന്റെ ഏത് മൂലയിലാന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ച കുറച്ച് ശീലങ്ങൾ അത് മാറ്റാൻ വലിയ പാടാണല്ലേ. അങ്ങനെ ഒരു ശീലമല്ലേ നമ്മൾ മലയാളികൾക്ക് ഈ 4 മണി ചായയുടെയോ കാപ്പിയുടെയോ ഒക്കെ കൂടെ നല്ല ചൂടൻ പലഹാരങ്ങൾ കഴിക്കുന്നത്. ഇവിടെ അവധി ദിവസമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് പൊടി തട്ടിയെടുക്കും. അപ്പം നമ്മൾ ചടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട ബജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മുട്ട വേകുന്ന സമയം കൊണ്ട് തന്നെ കടലമാവും ഉപ്പും മുളക് പൊടിയും ശകലം കായപ്പൊടി ഇട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി വെക്കാം. പിന്നെ തക്കാളിക്കയും സവോളയും മുളക് പൊടിയും ഉപ്പും വിനിഗറും ഒഴിച്ച് ഒരു ചട്നി റെഡിയാക്കാം. ഇനി വെന്ത മുട്ട തൊലി കളഞ്ഞ് നടുവേ കയറി ശകലം ഉപ്പും കുരുമുളകും തൂകിയിടുക. കുഞ്ഞിലേക്ക് നമുക്ക് അമ്മമാര് തരുന്ന വലിയൊരു പണിയായിരുന്നല്ലേ ഈ മുട്ടയുടെ തൊലി കളയുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണേ, മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെക്കുമ്പോഴത്തേനും അതിൽ ഏറ്റവും വലുത് നമുക്ക് വേണമായിരുന്നു. എന്നാൽ കാലങ്ങൾ ഇങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമെന്നായല്ലേ. നമുക്ക് കാര്യത്തിലോട്ട് വരാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും മുട്ട സാവധാനം ബാറ്ററി മുക്കി നന്നായിട്ട് വറുത്ത് കോരുക. പിന്നെ മുട്ടയുടെ ഉണ്ണി ഇളകി പോകാതെ പതുക്കെ വേണം ബാറ്ററി മുക്കി എടുക്കാൻ കേട്ടോ. ഉള്ളത് പറയുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തട്ടി കൂട്ടാൻ പറ്റിയ ഒരു 1-1.5 പലഹാരമാണ് കേട്ടോ ഈ മുട്ട ബജി. പിന്നെ കൂട്ടിന് നല്ലൊരു ചായ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ.